മലപ്പുറം നിലമ്പൂരിൽ അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊന്നു. കുറ്റമ്പാറ സ്വദേശി സുനിൽ ബാബുവിന്റെ ഭാര്യ രജിലയാണ് കൊല്ലപ്പെട്ടത്. ഭർത്തുമാതാവ് ശാന്ത പോലീസ് കസ്റ്റഡിയിലാണ്. ചായ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഞെട്ടിക്കുന്ന വാർത്തയാണ് മലപ്പുറത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊന്നു. എന്താണ് കാരണം? പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. ചായ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, പോലീസ് നൽകുന്നതും ഇതേ കാരണം തന്നെയാണോ? മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിൽ ഉണ്ടായിരുന്നല്ലോ, കാരണം ഉണ്ടായിരുന്നോ? മരുമകളെ അമ്മായിയമ്മ വെട്ടിക്കൊന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കുടുംബ തർക്കങ്ങൾ തന്നെയാണോ കാരണമായത്? സജിത്ത്, ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശാന്തകുമാരി, അതായത് മരുമകളെ വെട്ടിക്കൊന്ന അമ്മായിയമ്മ പ്രമേഹ രോഗിയാണ്. രാവിലെ ഇൻസുലിൻ എടുക്കുന്ന രീതിയുള്ളതാണ്, ഇൻസുലിൻ എടുക്കുന്നവരാണ്. ഈ ഇൻസുലിൻ എടുത്ത ശേഷം അവർക്ക് കൃത്യസമയത്ത് ചായ കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എന്നാൽ രാവിലെ പലതവണ വിളിച്ചിട്ടും മരുമകൾ എണീക്കുകയോ ഈ ചായ കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല എന്ന വിഷയത്തിൽ പ്രകോപിതയായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വെട്ടുകത്തി കൊണ്ട് ഉറങ്ങിക്കിടന്ന മരുമകളുടെ കഴുത്തിന് അവർ വെട്ടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ ഒരു സമയത്തുണ്ടായ പ്രകോപനവും ഈ തർക്കത്തിന് പ്രധാനമായിട്ട് ഈ ഒരു കൊലപാതകത്തിന് വഴിവെച്ചതാണ്. ഇവരുടെ ഭർത്താവ്, അതായത് ശാന്തകുമാരിയുടെ മകൻ സുനിൽ അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഓട്ടോ ഓടിക്കുന്ന ആളാണ്. അയാൾ രാവിലെ തന്നെ ജോലിക്ക് പോയിരുന്നു. 2 കുട്ടികൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. തുടർന്ന് ഈ സംഭവം ബഹളം കേട്ട് ആളുകൾ ഓടിയെത്തി രജിലയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. എന്നാണെങ്കിൽ ഉറങ്ങിക്കിടന്ന മരുമകളെയാണ് അമ്മായിയമ്മ ചായ കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിൽ വെട്ടിക്കൊന്നത് എന്നുള്ളതാണ് അധികം ദാരുണമായിട്ടുള്ളൊരു സംഭവം. ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമാണ് ഇതിലേക്ക് നയിച്ചത് എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിനു മുമ്പ് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ പതിവായി ബഹളം വയ്ക്കുകയോ മറ്റെന്തെങ്കിലും വിദ്വേഷമോ ദേഷ്യമോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ശാന്തകുമാരിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അത്തരം കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നതല്ല. പെട്ടെന്നൊരു പ്രകോപനത്തിലുണ്ടായ സംഭവം എന്ന് തന്നെയാണ് പോലീസ് ഇതുവരേക്കും പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലാണ് പോലീസിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന വിവരം. രാവിലെ 6:15 ഈ ഒരു കൊലപാതകം, ഈ ഒരു സംഭവം ഉണ്ടായത്. എന്നാണെങ്കിലും നാടിനെ ഒന്നാകെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. ഈ ചായ കിട്ടാത്തതിൻ്റെ കാരണത്താൽ ഇത്തരത്തിലൊരു കൊടും ക്രൂരത, ഇത്തരത്തിലൊരു അക്രമം അമ്മായിമ്മ ചെയ്തു എന്നുള്ളത്. ഇത് സംബന്ധിച്ചുള്ള മറ്റ് നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പുരോഗമിക്കുന്നുണ്ട്. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടിക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ കുടുംബ പ്രശ്നങ്ങൾ പലയിടങ്ങളിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ തരത്തിലേക്ക് ഒരു കൊലപാതകത്തിലേക്ക് പോയ സാഹചര്യം എന്താണ്? അതിൽ മറ്റെന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നു എന്നതാണ് സാഹചര്യം. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ഉറങ്ങിക്കിടന്ന മരുമകളുടെ കഴുത്തിന് മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് വെട്ടി. അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് സുനിൽ ബാബുവിൻ്റെ ഭാര്യ രജിലയുടെ മരണം സംഭവിക്കുന്നത്. ഭർത്തുമാതാവ് ശാന്ത പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ചായ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രാവിലെ ഉണ്ടായ ചില തർക്കങ്ങളാണ് ഇത്തരമൊരു വലിയ ദാരുണമായ സംഭവം ആ വീട്ടിലുണ്ടായ കാരണം. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഒരു കാര്യം കൂടി, പോലീസ് മറ്റെന്തെങ്കിലും കാരണങ്ങൾ, സൂചനകൾ പങ്കുവയ്ക്കുന്നുണ്ടോ? കാരണം ഒരുപക്ഷെ ഇത് ഒരു പെട്ടെന്നുള്ള പ്രകോപനത്തിലുണ്ടായ കൊലപാതകമാവാം. പക്ഷേ അതിനുശേഷം ആ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളോ അവിടെ മുമ്പും ചില സംഭവങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഇത്ര കാര്യങ്ങൾ എന്തെങ്കിലും പോലീസ് എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ? പോലീസ് ഇക്കാര്യത്തിൽ നമുക്ക് ലഭ്യമായ വിവരം ഒരു എഫ്ഐആറിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നത് ഇപ്രകാരമുള്ളൊരു കാര്യമാണ്. നമുക്കത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അതായത് ഇന്ന് രാവിലെ 6:15 സംഭവം. ഈ ഒരു പ്രതി വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ കാര്യത്തിന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഉറങ്ങിക്കിടക്കുന്ന ആളെ കഴുത്തിന് വെട്ടുകത്തി കൊണ്ട് കൊലപ്പെടുത്തുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് FIRൽ പറയുന്നത്. ഇത് സംബന്ധിച്ച് ഇവരുടെ ആ ഒരു സമയത്തെ മാനസിക നില, ഈ കൃത്യമായി പ്രമേഹ രോഗിയാണ് ഇവർ. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് നമുക്കറിയാം, സ്വാഭാവികമായിട്ട് അവർ കൃത്യസമയത്ത് ഭക്ഷണവും അല്ലെങ്കിൽ ചായയൊക്കെ കഴിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇവർ ആ ഒരു സമയത്ത് ചായ കിട്ടാതിനെ തുടർന്ന് വല്ലാതെ ഷിവറിങ്ങും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇവരുടെ പെട്ടെന്നുള്ള ഒരു പ്രകോപനം
ദേഷ്യവും മറ്റും നിയന്ത്രണ വിധേയമാകാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ ഈ പലവട്ടം വിളിച്ചിട്ടും മരുമകൾ വിളി കേൾക്കുകയോ ഉറക്കം ഉണരുകയോ എണീക്കുകയോ ചെയ്തില്ല. ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ഈ ഒരു പ്രകോപനം അവർക്ക് തോന്നുകയും ആ ഒരു സാഹചര്യത്തിലുണ്ടായ ആ ഒരു നിമിഷത്തെ ഒരു കൃത്യമായിട്ടാണ് ഇതിനെ പോലീസ് ഇപ്പോൾ കാണുന്നത്. ഇതിനു മുൻപ് അത്തരത്തിലുള്ള ഗാർഹിക പീഡനത്തിൻ്റെ കാര്യങ്ങളോ അങ്ങനെ യാതൊരു കേസുമോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരു ചരിത്രമില്ല, ക്രൈം ഹിസ്റ്ററി ഇവർക്കെതിരെയോ ഈ ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടായതായിട്ടോ ഉള്ള കാര്യങ്ങളില്ല. എല്ലാ സാധാരണ കുടുംബത്തിലുള്ള പോലെ തന്നെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെയും ഉണ്ടായിട്ടുള്ളൂ ഇതുവരേക്കും എന്നാണ് പോലീസും നമുക്ക് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവരുടെ ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം ഇവരുടെ മാനസിക നില ഈ കവറിന് ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ കഴിയുന്ന തരത്തിലേക്കല്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ ശാന്തകുമാരി എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ പോലീസ് ഇതിലൊരു ഈ ഒരു പ്രകോപനം, പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് ഇതിലേക്ക് നയിച്ചത് എന്ന വിലയിരുത്തൽ തന്നെയാണ് ഈ ഘട്ടം വരേക്കും പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ശരി അനുമത്, അത് വ്യക്തമാണ്. കാരണം പെട്ടെന്നുള്ള പ്രകോപനത്തിലുള്ള സംഭവമായതിനാൽ തന്നെ ഈ ചോദ്യങ്ങളോടൊക്കെ പ്രതികരിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരിക്കില്ല വ്യക്തിയും. അതുകൊണ്ടുകൂടിയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോലീസ് എത്താൻ വൈകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.